അതിരപ്പള്ളി ഉൾപ്പെടെ മലയോര മേഖലകളിലെ വന്യമൃഗാക്രമണങ്ങളിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ചാലക്കുടിയിൽ ജനകീയ സത്യാഗ്രഹം. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLAയുടെയും വിവിധ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ആയിരുന്നു സത്യാഗ്രഹം. വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ച് നടന്ന ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടായി. ആ ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഇത്തരം വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടത് സ്വാഭാവികമായും ഗവൺമെന്റുകളാണ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. ഞാൻ സമ്മതിക്കുന്നു, ഫോറസ്റ്റ് നിയമങ്ങൾ വളരെ കർശനമാണ്. പക്ഷേ നിരന്തരമായി മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് ഈ കൊലപാതകത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും മാനവരാശിയെ സംരക്ഷിക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് പ്രായോഗികമായ ചിന്തകളും ചർച്ചകളും ആവശ്യമാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇനി വന്യമൃഗ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഓരോ ദിവസവും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാട്ടിൽ മൃഗങ്ങൾ ജീവിച്ചോട്ടെ, നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതൊരു സൂചനാ സമരമാണ്. ഇനിയും ഞങ്ങൾ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.